ഗുരുവിൻ്റെ ജ്ഞാനം, ഗുരു കാട്ടിത്തരുന്ന ജ്ഞാനപാത നമ്മളെ ആനന്ദത്തിലേക്ക്, അത് ചെറിയ ആനന്ദമൊന്നുമല്ല. ഗുരു തന്നെ പറയുന്നുണ്ട്, ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നിതാ പരന്നൊരു പോൽ. ആനന്ദത്തിൻ്റെ ഒരു കടല് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മറിഞ്ഞു വരും. അതെന്തുകൊണ്ട് മാത്രമേ ആ ആനന്ദത്തിൽ നിന്നുള്ള അഥവാ ആനന്ദക്കടലിൽ നിന്നുള്ള ജലത്തെ നമുക്ക് പാനം ചെയ്യാൻ പറ്റൂ? ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ജ്ഞാനമാകുന്ന പാത്രം കൊണ്ട് മാത്രമേ ആ ആനന്ദക്കടലിൽ നിന്ന് ജലത്തെ മുക്കിയെടുത്ത് നമുക്ക് പാനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജ്ഞാനാബ്ധിയിൽ മുങ്ങി ആനന്ദം ലഭിച്ചവരെ വിളിക്കുന്ന പേരാണ് പരമഹംസൻ. ഹംസം എന്ന് പറഞ്ഞാൽ എന്താണ്? അരയന്നം അല്ലേ? അരയന്നത്തിൻ്റെ സ്വഭാവം എന്താണ്? പ്രത്യേകത, പാലും വെള്ളവും കൂടെ കൂട്ടിക്കലർത്തി കൊടുത്താൽ അതിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ചിട്ട് പാല് മാത്രം നുകരാനായിട്ടുള്ള സിദ്ധി ഒരു അരയന്നത്തിനുണ്ട് അല്ലേ? ഹംസത്തിനുണ്ട്. അതുപോലെ തന്നെ നിത്യമായതിനെയും അനിത്യമായതിനെയും അഥവാ സദ്വസ്തുവിനെയും ദുർവസ്തുവിനെയും കൂട്ടിക്കലർത്തി കൊടുത്താൽ അതിൽ നിന്ന് സത്തിനെ മാത്രം നുകരാൻ സാധിക്കുന്നവനെ ആനന്ദലബ്ധി ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ പരമഹംസൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ആ നിത്യാനിത്യ വസ്തു വിവേകം നമുക്ക് ഉണ്ടാക്കി തരാൻ മഹാഗുരു ശ്രമിച്ചിട്ടുണ്ട്. അത് മഹാഗുരുവിൻ്റെ ജ്ഞാനസരണിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഗുരുനാരായണീയം എന്നാണ് അടുത്ത വാക്കുള്ളത് അല്ലേ? ഗുരുവിൻ്റെ അർത്ഥം ടീച്ചർ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു അല്ലേ? ഗു എന്നാൽ ഇരുട്ട്, രു എന്നാൽ രോധിക്കുന്നത് അഥവാ ശത്രു അല്ലേ? ഇരുട്ടിനെ രോധിക്കുന്നവൻ അഥവാ ഇരുട്ടിനെ രോധിച്ച് നമ്മളെ പ്രകാശമാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. വ്യാസമഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ, അജ്ഞാനമാകുന്ന തിമിരത്തിൽ നിന്ന് ജ്ഞാന അഞ്ജനശലാകയ, ജ്ഞാനമാകുന്ന കൺമഷി പുരട്ടി ചക്ഷുർ ഉന്മീലിതം, ഉന്മീലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുറക്കുക. നമ്മുടെ ചക്ഷുസ്സുകളെ തുറപ്പിക്കുന്നവനാണ് ഗുരു. അതാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി ആ ഗുരുവിൻ്റെ പേര് നാരായണൻ എന്നാണ്. ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ മാടനാശാനും കുട്ടിയമ്മയ്ക്കും ഒരു ഉണ്ണി ഉണ്ടായപ്പോൾ ആ ഉണ്ണിക്ക് അവർ നൽകിയ പേര് നാരായണൻ എന്നായിരുന്നു. നാനാർത്ഥങ്ങളുള്ളൊരു വാക്കാണ് നാരായണൻ. നാരായണൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ് അല്ലേ? അപ്പം നാരം എന്ന വാക്കിന് ധാരാളം വാക്യാർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ജലം എന്നാണ്. ഇനി മറ്റൊരർത്ഥമുള്ളത് നരധർമ്മം എന്നാണ്. നര എന്ന വാക്കിന് നമ്മൾ ശബ്ദധാരാവലിയിൽ അർത്ഥം നോക്കിയാൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നാരം എന്ന വാക്കിൻ്റെ അർത്ഥം നരധർമ്മം. അയനം, അയനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അയനം, രാമായണം, രാമനിലേക്കുള്ള അയനം. എന്താ അതിനർത്ഥം? രാമനിലേക്കുള്ള യാത്ര, മാർഗം എന്നൊക്കെയാണ് അല്ലേ? അപ്പം അയനം എന്നുള്ള വാക്കിന് യാത്രയെന്നോ മാർഗമെന്നോ ഒക്കെയാണ് അർത്ഥം. മറ്റൊരു അർത്ഥമുള്ളത് ശക്തി എന്നൊരർത്ഥമുണ്ട്, ജ്യോതി എന്നൊരർത്ഥമുണ്ട്. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങളുള്ള വാക്കാണ് അയനം. അപ്പം ഇവിടെ നരധർമ്മത്തിലൂടെ ധർമ്മമാർഗത്തെ കാട്ടിത്തന്ന് ആത്മജ്യോതിസിലേക്ക് നയിക്കുന്നവനാണ് നാരായണൻ. അതാണ് നാരായണൻ എന്ന പദത്തിന് നമുക്ക് നൽകാവുന്ന ഒരു വ്യാഖ്യാനം. നോക്കൂ, മാടനാശാനും കുട്ടിയമ്മയും ആ കുട്ടിക്ക് ഒരു പേരിട്ടപ്പോൾ അതെത്രമാത്രം ഈ ശ്രീനാരായണ ഗുരുവിലേക്ക് വന്ന് പഠിച്ചിരിക്കുന്നു, അത് എത്രമാത്രം അന്വർത്ഥമായി വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. നരധർമ്മ മാർഗത്തിലൂടെ അഥവാ ഒരു മനുഷ്യൻ ചരിക്കേണ്ടുന്ന ധർമ്മമാർഗത്തെ നമുക്ക് കാട്ടിത്തന്ന ആത്മജ്യോതിസിലേക്ക്
ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഴമേറുന്ന ഈശ്വരൻ്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ് നാരായണൻ. അതൊരു ഗുരുവായി നിന്നുകൊണ്ട് ഇരുട്ടിനെ രോധിച്ചുകൊണ്ട് അഥവാ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് ജ്ഞാനമാകുന്ന കൺമഷി പുരട്ടി നമ്മുടെ കണ്ണുകളെ തുറപ്പിച്ചുകൊണ്ട് ആത്മജ്യോതിസിലേക്ക് നമ്മളെ നയിക്കുന്നവൻ. ഗുരുവിൻ്റെ കഥ സുഗേയമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഗുരുവിനെ കുറിച്ചും ഗുരുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചുമൊക്കെ ധാരാളം കവികൾ പാടി അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിലെ മഹാകവികളൊക്കെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. അതിലേറ്റവും ലളിതമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് അവതരിപ്പിച്ചു തന്നത് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന മഹാകവി എൻ കുമാരനാശാനാണ് അല്ലേ? നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ഇങ്ങനെ നമ്മൾ പാടാറുണ്ട് അല്ലേ? അപ്പം അവിടെ ഗുരുവിനെ അന്വേഷിച്ചാൽ ഗുരു ആരാണെന്ന് മനസ്സിലാകുന്ന ആശാൻ പറഞ്ഞിരിക്കുന്നത് ആരായുകിലന്ധത്വമൊഴിച്ചാദിബഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. ആരായുകിൽ ഗുരുവിനെ അന്വേഷിച്ചാൽ ഗുരു ആരാണെന്നാ നമുക്ക് മനസ്സിലാവുക? അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. എന്താ മഹസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അത് ആശാൻ പറഞ്ഞ മാത്രമല്ല, ഗുരു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മഹസ് എന്നൊരു വാക്ക് അല്ലേ? എവിടെയാ? ആഴമേറും നിൻമഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. അല്ലയോ ദൈവമേ, നിന്റെ മഹസ്സാകുന്ന ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അല്ലേ? ആത്യന്തികമായ സുഖം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ നിന്റെ മഹസ്സാകുന്ന ആഴിയിലാകവേ ആഴണം. അപ്പം അതുപോലെ തന്നെ ഇവിടെ ആശാനും പറഞ്ഞിരിക്കണം ആദിമഹസ്സിന്നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. മഹസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശം, ജ്യോതി എന്നൊക്കെയാണ്. അപ്പം ആദിമഹസ് എന്ന് പറഞ്ഞാലോ ആദിമമായ മഹസ്, നമ്മൾ എവിടെ നിന്നാണോ വന്നത് അതിനെയാണ് നമ്മൾ ആദിമഹസ് എന്ന് വിളിക്കുക. ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് കൃതിയിലാണ്? ദൈവദശകത്തിലാണ് അല്ലേ? ദൈവത്തെ കുറിക്കുന്ന 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന പദ്യമായ ദൈവദശകത്തിലാണ്. ദൈവദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് അല്ലേ? അത് ആരംഭിക്കുന്നത് എവിടുന്നാണ്? ദൈവമേ എന്നുള്ള വാക്കിന്നല്ലേ? എന്താണ് ദൈവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദൈവം എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ദിവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രകാശിക്കുക എന്നാണ്, അല്ലെങ്കിൽ പ്രകാശം എന്നാണ്. അപ്പൊ ദൈവത്തിൻ്റെ സ്വരൂപമായി ഋഷിവര്യന്മാർ നമുക്ക് കാട്ടിത്തരുന്നത് തത് ജ്യോതിഹി, അങ്ങനെയാണ് ഉപനിഷത്തുകളിൽ ഋഷിവര്യന്മാർ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം. അത് ജ്യോതി സ്വരൂപനാകുന്നു, പ്രകാശ സ്വരൂപനാകുന്നു. അപ്പോൾ ആ പ്രകാശത്തിലേക്ക്, ആ ആത്മപ്രകാശത്തിലേക്കുള്ള നേരായ മാർഗം കാട്ടിത്തരുന്ന പരമദൈവമാണ് ഗുരു എന്നാണ് ആശാൻ ഗുരുവിനെ നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. ഇത് തന്നെയല്ലേ നാരായണൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ ഗുരുസ്തവം എന്ന പേരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അവസാനം നാരായണമൂർത്തേ എന്ന് അവസാനിപ്പിക്കാൻ കാര്യം എന്തായിരിക്കും? നാരായണൻ എന്ന പദത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്.
അജ്ഞാനത്തെ ഒഴിച്ച് അഥവാ അജ്ഞാന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്ത് ആദിമഹസ്സിലേക്കുള്ള നേരായ മാർഗം കാട്ടിത്തരുന്നവനെന്നാണ് നാരായണൻ എന്ന പദത്തിൻ്റെ അർത്ഥം.